മുൻപൊക്കെ വീടിന്റെ സ്റ്റെയർ കേസുകൾ എന്ന് പറയുന്നത് കോൺക്രീറ്റ് സ്റ്റെയർ കേസുകളായിരുന്നെങ്കിൽ ഇന്ന് ഇന്റീരിയറിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ആയിട്ട് വരുന്ന സ്റ്റെയർ കേസിന്റെ പാർട്ട് തന്നെയാണ്. കാരണം സ്റ്റെയർ കേസുകളെല്ലാം ഒരു മോഡേൺ ലുക്കിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മെറ്റൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസുകൾ ആണ്, ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസുകളാണ് അതിൽ തന്നെ കൂടുതലായിട്ട് ആളുകൾ ചെയ്യുന്നത്. അതിൻ്റെ സ്ട്രക്ചർ ചെയ്തൊരു വീഡിയോ ആണ്. മാത്രമല്ല അതിലൊരു 10ഓളം വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ 10ഓളം സ്റ്റെയർ കേസിൻ്റെ മോഡൽസ് നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ വീഡിയോയിൽ കാണാം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഈ സ്ട്രക്ചർ സെൻട്രൽ ഒരൊറ്റ ട്യൂബ് സിംഗിൾ സ്ട്രിങ് സ്റ്റെയർ കേസ് എന്നാണ് നമ്മളിതിന് പറയുന്നത്. സിംഗിൾ സ്ട്രിങ് എന്ന് പറയുമ്പോൾ സെൻട്രലിലൂടെ ഒരൊറ്റ ട്യൂബ് മാത്രം ചെയ്തെടുത്തത് കൊണ്ടാണ് ഇതിനെ നമ്മൾ സിംഗിൾ സ്ട്രിങ് സ്റ്റെയർ എന്ന് പറയുന്നത്. ഇനി സൈഡിലൂടെ ചെയ്യുന്ന മോഡൽസ് ഉണ്ട്, ഡബിൾ സ്ട്രിങ് വെച്ചിട്ടുള്ള മോഡൽസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം അതിൽ കാണിക്കാം. ഈ സെൻട്രലിലൂടെ പോയിരിക്കുന്ന ഈ ഒരു ട്യൂബ് 5x5 സൈസിൽ 5x5 സൈസിൽ വരുന്ന MS തിക്നെസ് കൂടിയ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൊടുത്തിരിക്കുന്ന വുഡ് എന്ന് പറയുന്നത് കെമിക്കൽ ട്രീറ്റഡ് മഹാഗണി വുഡാണ് കേട്ടോ. ഇതിലൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടി ജസ്റ്റ് 2 ഗ്രൂ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ വുഡ് നമ്മൾ സ്റ്റെപ്പിൽ പതിച്ച് വെച്ചിരിക്കുകയാണ്. മെറ്റലിൻ്റെ പ്ലേറ്റ് സ്റ്റെപ്പിനകത്ത് പതിച്ച് വെച്ചിരിക്കുകയാണ്, കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സ്റ്റെയർ കേസും ഇതുപോലെ തന്നെ സിംഗിൾ സ്ട്രിങ് സ്റ്റെയർ കേസ് തന്നെയാണ്. സെൻട്രലിലൂടെ ഒരു ഒറ്റ ട്യൂബ് മാത്രം കൊടുത്ത് ചെയ്ത ഒരു സ്റ്റെയർ കേസാണ്. ഇതിൻ്റെ ലാൻഡിങ് കണ്ടില്ലേ? ലാൻഡിങ് ഉൾപ്പെടെ നമ്മൾ ഈ മെറ്റൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന മോഡലാണ്. പിന്നെ വുഡ് ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത് കെമിക്കൽ ട്രീറ്റഡ് മഹാഗണി വുഡ് തന്നെയാണ്. അത് പതിച്ച് വെച്ചിട്ടില്ല, സ്റ്റെപ്പിൻ്റെ ടോപ്പിൽ മാത്രം വെച്ച് സ്ക്രൂ ചെയ്തിരിക്കുകയാണ്. തൊട്ട് മുമ്പ് കണ്ട സൈറ്റിൽ നമ്മൾ പതിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റത്തെ കുറച്ച് ഫ്ലൈറ്റ് സ്റ്റെപ്പുകൾ, പിന്നെ ലാൻഡിങ്, വീണ്ടും കുറച്ച് സ്റ്റെപ്പ് ലാൻഡിങ്, പിന്നെ ടോപ്പിൽ നേരെ ഫ്ലോറിലോട്ട് കയറുന്ന മോഡൽ. ഇവിടെ ഹാൻഡ് റെയിലായിട്ട് കൊടുത്തിരിക്കുന്നത് ടഫൺ ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിലുകളും ടോപ്പിൽ മഹാഗണി വുഡുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ തന്നെ ഈ സൈഡ് ഫിറ്റിങ്ങിലൂടെ നമ്മൾ ഈ ഗ്ലാസ് ഹാൻഡ് റെയിൽ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം സ്പേസ് കിട്ടും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മെറ്റൽ സ്റ്റെയർ കേസിൽ ഏറ്റവും കൂടുതൽ ഹാൻഡ് റെയിലിന് ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഹാൻഡ് റെയിലോ അല്ലെങ്കിൽ വെർട്ടിക്കൽ മെറ്റൽ ഡിസൈൻസോ കൊടുത്തു കഴിഞ്ഞാലാണ് സ്റ്റെയർ കേസിൻ്റെ ഏറ്റവും കൂടുതൽ അട്രാക്ഷനും ഭംഗിയും ഹാൻഡ് റെയിലും കൂടെ കൂടിച്ചേരുന്ന സമയത്ത് കിട്ടുന്നത് നമുക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെമിക്കൽ ട്രീറ്റഡ് വുഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ 2 ഗ്രൂസ് കണ്ടില്ലേ, 2 ലൈൻസ് കൊടുത്തത് നിങ്ങൾ കണ്ടില്ലേ? അതൊരു വുഡ് നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇടണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു ലൈൻ കൊടുക്കുന്നത്, 2 ഗ്രൂ കൊടുക്കുന്നത്. തിക്നെസ് 1.25 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ടോപ്പിൽ പാനൽ ചെയ്യാത്തതുകൊണ്ടാണ് 1.25 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. അതിൽ ഗ്രൂ പോലെ തൊട്ട് മുമ്പ് കണ്ട സൈറ്റിൽ നമ്മൾ 1.5 ഇഞ്ച് കൊടുത്ത് പ്ലേറ്റ് കട്ട് ചെയ്ത് ഇറക്കി വെച്ചിരിക്കണം. ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് മഹാഗണിയാണ്. 2x2 സൈസിൽ വരുന്ന മഹാഗണി വുഡ് തന്നെയാണ് ഗ്ലാസിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈറ്റ് നമ്മൾ എടുത്തു പറയാൻ പറ്റുന്നൊരു സൈറ്റാണ്. കാരണം ഇത് കാൻഡിലിവർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത് 16 mm സോളിഡ് പോളിഷ് റോഡാണ് കേട്ടോ. ഇത് ട്യൂബല്ല, പോളിഷ് റോഡാണ്, സോളിഡാണ്. ഓക്കെ. അപ്പോൾ ഈ സ്റ്റെയർ കേസ് നിങ്ങൾ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എയറിൽ നിൽക്കുന്ന ഒരു ഫീൽ കാണും. ഇത് കാൻഡിലിവർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ മെറ്റലിൽ നമ്മൾ ചെയ്തെടുത്ത് കെമിക്കൽ ട്രീറ്റഡ് മഹാഗണി വുഡ് തന്നെയാണ് ഇതിൽ പാനൽ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ? ശരിക്കും ഇത് കണ്ട ഈ ഒരു സൈഡിലും പിടുത്തമില്ലാത്ത രീതിയിലാണ് ഈ സ്റ്റെയർ കേസിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ഈ സൈഡിലുള്ള വാളിനകത്ത് പ്ലാസ്റ്ററിങ്ങിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റെപ്പിനകത്തും മെറ്റലിൻ്റെ ട്യൂബ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ ആളുകൾ പറയാറുണ്ട് ഇതിന് ജെർക്കിംഗ് ഒക്കെ വരില്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ തിക്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ജെർക്കിങ്ങും കാര്യങ്ങളും എല്ലാം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ മെറ്റീരിയലിന് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സ്റ്റെപ്പിൻ്റെ ത്രെഡും റൈസറും ഒക്കെ കറക്റ്റ് ഈക്വലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 30 സെൻറ്റിമീറ്ററോളം നമുക്ക് ത്രെഡ് കിട്ടിയിട്ടുണ്ട്. ഈ ത്രെഡ് നമുക്ക് മിനിമം 25 സെൻറ്റിമീറ്ററെങ്കിലും കൊടുക്കണം നിങ്ങൾ ചെയ്യുന്ന സമയത്ത്. ഇവിടെ ലാൻഡിങ് ഉൾപ്പെടെ നമ്മൾ ഈ ഫാബ്രിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, സ്ട്രക്ചർ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റെപ്പിൻ്റെ വുഡ് ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ, ഫുൾ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മുമ്പത്തെ സൈറ്റിൽ സ്റ്റെപ്പിൻ്റെ ടോപ്പിൽ വെച്ച് സ്ക്രൂ ചെയ്ത ഒരു മോഡലായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്റ്റെപ്പ് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, പാനലിംഗ് ആയിട്ടുള്ള ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഭംഗി കൂടും, പക്ഷെ നമുക്ക് ചിലവും ഇത്തരത്തിൽ ചെയ്യുമ്പോൾ വുഡിൻ്റെ കോസ്റ്റും ലേബർ കോസ്റ്റും ഒക്കെ അധികം വരുന്നുണ്ട്. ഈ ഒരു ഇവിടെ നമ്മളൊരു ഗ്രൂ ലൈൻസ് കൊടുത്തിട്ടുണ്ട്, 2 ലൈൻസ് ഗ്രൂ ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലെയിൻ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കൂടുതലായിരിക്കും നമുക്ക് ഈ ഒരു ഗ്രൂസ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ. പല കസ്റ്റമറുടെ ചോയ്സാണ് സൈഡിലോട്ട് ഇങ്ങനെ ഗ്രൂസ് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ 4 സൈഡ് ബോർഡറായിട്ട് കൊടുക്കാറുണ്ട്. കസ്റ്റമറിൻ്റെ ചോയ്സ് അനുസരിച്ച് നമ്മൾ ആ സമയത്ത് ആണ് തീരുമാനിക്കാറുള്ളത്.
അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സ്റ്റെയർ കേസ് കാണാം. ഇവിടെയും നമ്മൾ സിംഗിൾ സ്ട്രിങ് സ്റ്റെയർ കേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് സ്ക്വയർ ട്യൂബ് അല്ല, 6x3 റെക്റ്റാങ്കുലർ ട്യൂബാണ്. ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് കണ്ടില്ലേ, ഈ സ്റ്റെപ്പും ഇവിടെ മഹാഗണി വുഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തെടുത്ത കേട്ടോ. ഇവിടെ നമ്മൾ ഈ വുഡ് അലൈൻമെൻറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലാൻഡിങ് കണ്ടില്ലേ നിങ്ങൾ, സ്പ്ലിറ്റഡ് ലാൻഡിങ് ആണ്, സിംഗിൾ ലാൻഡിങ് അല്ല. ലാൻഡിങ് 45 ഡിഗ്രിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കൊടുക്കുന്നത് ഹൈറ്റ് നമ്മൾ ക്ലിയറൻസ് കിട്ടാതെ ഇരിക്കുന്ന സൈറ്റിലാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ഡബിൾ സ്ട്രിങ് സ്റ്റെയർ ആണ് കൊടുത്തിട്ടുള്ളത്. ഡബിൾ സ്ട്രിങ് സ്റ്റെയർ കേസ് എന്ന് പറയുമ്പോൾ ഇത്രയും നേരം നമ്മൾ സിംഗിൾ സ്ട്രിങ് സെൻറ്ററിലൂടെ ഒരു ഒറ്റ പൈപ്പ് പോകുന്ന മോഡലാണ് കണ്ടതെങ്കിൽ ഇവിടെ നമ്മൾ സെൻറ്ററിലൂടെ 2 ട്യൂബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 ട്യൂബ് കൊടുത്തുകൊണ്ട് തന്നെ സെൻറ്ററിലൂടെ പോകുന്ന ഡബിൾ സ്ട്രിങ് സെൻറ്റർ മോഡലാണ് ഇത് വരുന്നത്. ഇവിടെ നമ്മൾ മഹാഗണി വുഡാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന വുഡ് എന്ന് പറയുന്നത് മഹാഗണി, തേക്ക് വുഡ്, ഇത്തരത്തിലുള്ള വുഡുകളാണ്. പിന്നെ കരിവാക തുടങ്ങിയ മരങ്ങൾ ഉപയോഗിക്കാറുണ്ട്. മഹാഗണി വുഡ് എടുക്കുന്ന സമയത്ത് ഈ കെമിക്കൽ ട്രീറ്റ് ചെയ്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഡാമേജസ് ഒക്കെ ഒരുപാട് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ പ്രത്യേകിച്ച് ഈ കുത്തിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡബിൾ സ്ട്രിങ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ട്യൂബിൻ്റെ സൈസ് 4x2 ആണ് കേട്ടോ. 4 ഇഞ്ചിലേക്ക് 2 ഇഞ്ച് റെക്റ്റാങ്കുലർ ട്യൂബാണ് കൊടുത്തിട്ടുള്ളത്. MS-ൻ്റെ പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിന് ഹാൻഡ് റെയിലായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ സോളിഡ് സ്ക്വയർ റാഡാണ്. 12x12 സൈസിൽ വരുന്ന സോളിഡ് പോളിഷ് റാഡാണ്. ഒരു സ്റ്റെപ്പിൽ 2 വെർട്ടിക്കൽസ് ആണ്, 2 സോളിഡ് റോഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റെപ്പിൽ. അതും സൈഡിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ നിന്ന് കൊടുക്കുമ്പോൾ നമുക്ക് മാക്സിമം സ്പേസ് കിട്ടുന്നുള്ളതാണ്. 2 സൈഡിലും പോസ്റ്റ് നമ്മൾ താഴോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലാൻഡിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാൻഡിങ് ഉൾപ്പെടെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഫസ്റ്റ് കുറച്ച് സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഒരു ലാൻഡിങ്ങും പിന്നീട് 2 സ്റ്റെപ്പ് കയറിയാൽ വീണ്ടും ഒരു ലാൻഡിങ്ങും കൂടെ കാണാം. ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഹാൻഡ് റെയിൽ സ്റ്റെയർ കേസ് കൂടാതെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട്. അവിടെ എല്ലാം നമ്മൾ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ ഫിക്സിംഗ് ആയിട്ട് തന്നെയാണ്. കാരണം ഇവിടെ സ്റ്റെയർ കേസിൽ ആ മോഡൽ കൊടുത്തപ്പോൾ ബാക്കിയുള്ളതും അങ്ങനെ കൊടുത്തു എന്നുള്ളത് മാത്രം. ഇവിടെ ഒരു ഗ്ലാസ്, ഫുൾ ഹൈറ്റിൽ ഗ്ലാസ് കൊടുത്തിരിക്കുന്നുണ്ട്, ഫിക്സഡ് ഗ്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് ഡബിൾ സ്ട്രിങ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ പ്ലേറ്റിൻ്റെ തിക്നെസ് ഒരു 6mm അല്ലെങ്കിൽ 8mm ഒക്കെ കൊടുത്താൽ മതി കേട്ടോ. സിംഗിൾ സ്ട്രിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിഡ്ത്ത് അനുസരിച്ച് പ്ലേറ്റ് കൊടുക്കണം, മിനിമം 10mm കൊടുക്കണം. ഈ ഹാൻഡ് റെയിൽ നമുക്ക് ടോപ്പിലൂടെയൊക്കെ ചെയ്യാം. ടോപ്പിലൂടെ ചെയ്യുമ്പോൾ ഫ്ലോർ ഡ്രിൽ ചെയ്ത് വേണം കൊടുക്കാൻ. സ്പേസ് കുറവുള്ള ആളുകൾക്കൊക്കെ സൈഡിലൂടെ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. സൈഡിലൂടെ ഹാൻഡ് റെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം ആ ഫ്ലോർ വർക്ക് കഴിയുന്നതിന് മുമ്പ് തന്നെ ചെയ്താൽ അത്രയും വെൽഡിങ്ങിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെയും നമ്മളൊരു കോർട്ട്യാർഡ് പോലുള്ള ഭാഗത്തും അതേ ഡിസൈനിലുള്ള ഹാൻഡ് റെയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 4 ടൈപ്പ് സ്റ്റെയർ കേസ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും നമുക്ക് സ്റ്റെയർ കേസുകൾ ഇതിൽ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6ഓളം സ്റ്റെയർ കേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഫിനിഷ് ചെയ്ത മറ്റു ഒരുപാട് സ്റ്റെയർ കേസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സ്റ്റെയർ കേസാണ് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഐഡിയയും കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കിട്ടും എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫിക്സഡ് ഗ്ലാസ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. പെറഗോളയിൽ ഒക്കെ ടഫൺ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഗ്ലാസ് വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും വീടിനകത്ത് വരുന്ന വർക്ക് ആയതുകൊണ്ട് ടഫൺ ഗ്ലാസ് തന്നെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അടുത്തൊരു സ്റ്റെയർ കേസ് നമുക്ക് കാണാനുള്ളത് സൈഡിലൂടെ കൊടുത്തിരിക്കുന്ന സ്ട്രിങ് ആണ്. 2 സൈഡാണ്. ഇതുവരെ നമ്മൾ സെൻറ്ററിലൂടെ ഉള്ള സ്ട്രിങ് ആണ് കണ്ടതെങ്കിൽ ഇത് നമ്മൾ സൈഡിലൂടെയാണ് സ്ട്രിങ് കൊടുത്തിരിക്കുന്നത്. ഈ സ്ട്രിങ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തതാണ്. MS-ൻ്റെ പ്ലേറ്റ് 2 പ്ലേറ്റ് വെച്ച് ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു മോഡലാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് 2 സൈഡിലും നല്ല തിക്നെസ്സിലുള്ള പ്ലേറ്റ് തന്നെ ചെയ്തെടുത്ത് ആ ഒരു ഷേപ്പിൽ പൈപ്പ് രൂപത്തിലാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഹാൻഡ് റെയിലും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു മോഡലായിട്ട് മാറി സ്റ്റെയർ കേസ്. ഇവിടെ ഗ്ലാസ്, കംപ്ലീറ്റ് ഗ്ലാസ് വന്നിട്ടുണ്ട്. ടഫൺ ഗ്ലാസ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 12mm തിക്നെസ്സിൽ വരുന്ന, 1/2 ഇഞ്ച് തിക്നെസ്സിൽ വരുന്ന ടഫൺ ഗ്ലാസ്സുകളാണ് ഈ ഒരു സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഈ ഗ്ലാസ് ഹാൻഡ് റെയിൽ കൂടാതെ ഇവിടെ സ്റ്റെയർ കേസ് ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസ് തന്നെയാണ്. ഇവിടെ 5x5 ട്യൂബ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് സിംഗിൾ സ്ട്രിങ് സ്റ്റെയർ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് സ്റ്റെയർ കേസിന് വീതിയുണ്ട് എങ്കിലും ഈ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത് സൈഡിൽ തന്നെയാണ്. ഗ്ലാസ് ഹാൻഡ് റെയിൽ സൈഡിലാണ് പിടിപ്പിച്ചിട്ടുള്ളത്. സൈഡിൽ ഹാൻഡ് റെയിൽ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം സ്പേസ് നമുക്ക് കിട്ടും. ഇവിടെ 5x5 ആണ് ഇതിൻ്റെ ട്യൂബിൻ്റെ സൈസ്. നിങ്ങൾ സിംഗിൾ സ്ട്രിങ് കൊടുക്കുകയാണെങ്കിൽ മിനിമം 5x5 അല്ലെങ്കിൽ 6 റെക്റ്റാങ്കിൾ ട്യൂബാണെങ്കിൽ 6x3.
ഇവിടെ നമ്മൾ വുഡ് ഉപയോഗിച്ചിട്ടുള്ളത് കരിവാക വുഡാണ്. അതും പ്ലേറ്റ് കട്ട് ചെയ്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. അതായത് സ്റ്റെപ്പിൽ വെക്കുന്ന മെറ്റലിൻ്റെ പ്ലേറ്റിൻ്റെ ആ ഒരു തിക്നെസ് വുഡിൽ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ലെവലിൽ ഇറക്കി വെക്കുമ്പോൾ നമുക്ക് താഴെന്ന് സൈഡിൽ നിന്ന് നോക്കിയാൽ എംഎസിൻ്റെ പ്ലേറ്റ് നമുക്ക് കാണില്ല, താഴെന്ന് മാത്രമേ പ്ലേറ്റ് കാണുള്ളൂ. ഇനി നമുക്ക് ഇതും കാണാതിരിക്കാൻ വേണ്ടി നേരത്തെ കണ്ട പോലെ ഫുള്ളായിട്ട് വുഡ് പാനൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറി ഒരു ലാൻഡിങ്ങും കൂടെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു സിംഗിൾ സ്ട്രിങ് സ്റ്റെയർ കേസ് തന്നെയാണ്. സിംഗിൾ സ്ട്രിങ് സ്റ്റെയർ കേസിൻ്റെ ഒരു വീഡിയോ വീണ്ടും ഇതിൽ കാണിക്കാനുള്ള കാരണം ഇവിടെ ലാൻഡിങ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള സ്റ്റെയർ ആയിരിക്കും കൂടുതൽ മാച്ച് ആവുക. അപ്പോൾ ഏത് തരത്തിലുള്ള സ്റ്റെയർ കേസാണ് നിങ്ങളുടെ വീടിന് കൂടുതൽ മാച്ച് ആവുക എന്നുള്ളത് ഒന്നെങ്കിൽ നമ്മളുടെ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ സ്റ്റെയർ കേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയൻ്റെ ഒരു ഫോട്ടോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അയച്ചു തന്നാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യും. കൂടാതെ സ്റ്റെയർ കേസിൻ്റെ പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഞങ്ങളുടെ ഈ വാട്സപ്പ് നമ്പറിലോട്ടൊന്ന് അയച്ചാൽ ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ നിങ്ങൾക്ക് തരും. സൈറ്റിൽ വന്നിട്ടുള്ള കൺസൾട്ടേഷനും ഞങ്ങൾ കൊടുക്കാറുണ്ട്. അത് നമുക്ക് ഈ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും കസ്റ്റമറിന് കൊടുക്കാൻ കഴിയുന്നുള്ളതാണ്. ഇവിടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലാൻഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ലാൻഡിങ് നമ്മൾ ഫാബ്രിക്കേറ്റഡ് ലാൻഡിങ് എന്നാണ് ഇതിന് പറയുന്നത്. കാരണം ഇവിടെ സ്റ്റെപ്പുകൾക്കൊക്കെ നമ്മൾ പ്ലേറ്റ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇവിടെ ലാൻഡിങ് കുറച്ച് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാൻഡിങ് ഇത്തരത്തിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ കോൺക്രീറ്റ് ഓൾറെഡി കട്ട് ചെയ്തതാണ് കേട്ടോ. ഇത്തരത്തിൽ കോൺക്രീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. കാരണം ഈ സ്റ്റെയർ കേസ് കുറച്ച് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺക്രീറ്റിൻ്റെ ഈ സ്ലാബ് ഈ ഒരു കനത്തിൽ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് വീടിൻ്റെ പ്ലാന് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന സമയത്ത് സ്റ്റെയർ കേസിൻ്റെ പ്ലാനും കൂടി അതിൽ ഉൾപ്പെടുത്തും. ആ സമയത്ത് ഇതിൻ്റെ ഹൈറ്റ് സ്റ്റെപ്പിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ലാസ്റ്റാണ് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ പ്ലാനിലോട്ട് പോകുന്നതെങ്കിൽ ഇത്തരത്തിൽ സ്ലാബൊക്കെ കട്ട് ചെയ്യേണ്ട ബുദ്ധിമുട്ട് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി വുഡ് വരുമ്പോൾ ഈ ഒരു ലെവലിൽ വുഡ് വരും. ത്രെഡുകളെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് മറ്റുള്ള സ്റ്റെയർ കേസിന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ ലാൻഡിങ് തന്നെയാണ്. നല്ല രീതിയിലാണ് ലാൻഡിങ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഹൈറ്റും നമുക്ക് കട്ട് ചെയ്യാനുള്ള പ്രധാന റീസൺ ആയിരുന്നു. തല ഇടിക്കും എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു സ്റ്റെപ്പ് കയറി വരുമ്പോൾ. അപ്പോൾ ലാൻഡിങ് ഇവിടെ നമ്മൾ ഇത്തരത്തിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇനി വുഡ് വരുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ല. വുഡ് അതിൽ വരുന്ന സമയത്ത് ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തു കേട്ടോ. ഇത്രയും കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ സ്ലാബിൽ നമ്മൾ തലയിടിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും കട്ട് ചെയ്യേണ്ടി വന്നത്. ഈ ഒരു 4, 5, 6, 7, 8 ഏകദേശം 9, 10ാമത്തെ സ്റ്റെപ്പിലാണ് ഇത് നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കട്ടിങ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതും നിങ്ങൾ കോർ കട്ടിങ് ആയിട്ട് തന്നെ ചെയ്യണം. കോർ കട്ടിങ് ബ്ലേഡ് വെച്ചിട്ടുള്ള കട്ടിങ് ഉണ്ട്, അത് ചെയ്താലാണ് ഈ ഫിനിഷിങ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സെൻറ്ററിൽ 5x5 ട്യൂബ് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ. ഇത് ലാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 5x2.5 MS ട്യൂബാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഏരിയ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ട്യൂബ് തന്നെയാണ് നല്ലത്. അടുത്തത് നമ്മൾ വീണ്ടും ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെയർ കേസാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫ്ലൈറ്റ് മാത്രമേ നമുക്ക് മെറ്റലിൽ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇവിടെ ഓൾറെഡി കോൺക്രീറ്റിൻ്റെ സ്റ്റെപ്പുകൾ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് ലാൻഡിങ് ഉൾപ്പെടെ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു 12 സ്റ്റെപ്പ് മാത്രം നമ്മൾ മെറ്റലിൽ ചെയ്തെടുത്തതാണ്. നേരത്തെ കണ്ട പോലെ 2 സൈഡിൽ സ്ട്രിങ് കൊടുത്തിട്ട് ഈ സ്ട്രിങ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തതാണ്. അത്തരത്തിലുള്ള ഒരു സ്റ്റെയർ കേസ് തന്നെയാണ്. ഇവിടെ ഹാൻഡ് റെയിൽ മെറ്റൽ തന്നെയാണ് വരുന്നത്. ഗ്ലാസ് ഹാൻഡ് റെയിലാണ് ഇത്തരത്തിൽ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഗ്ലാസ്സിനുള്ളൊരു പ്രൊവിഷനും കൂടെ ഇതിൽ സൈഡിൽ ഗ്ലാസ് ഇറക്കി വെക്കാനുള്ള രീതിയിൽ കാണണം. ഇവിടെ നമ്മൾ 12 mm തിക്നെസ്സിൽ വരുന്ന ടഫൺ ഗ്ലാസ്സുകളാണ് ഹാൻഡ് റെയിലായിട്ട് സൈഡിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ചിലപ്പോൾ മെറ്റലിൻ്റെ ഹാൻഡ് റെയിലേക്കും ക്ലയൻറ്റ് തീരുമാനിക്കാം. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഗ്ലാസ് ഹാൻഡ് റെയിലാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് നമുക്ക് കട്ട് ചെയ്ത് ഇവിടെ ഒരു ഗ്രൂവ് ആക്കി എടുത്തിട്ട് ശേഷം വേണം ചെയ്യാൻ. അതാണ് ഗ്രൂവിൽ ഇറക്കി വെക്കുമ്പോൾ നല്ല ഭംഗി കിട്ടത്തുള്ളൂ. ഇവിടെ സ്റ്റെപ്പിന് ഉപയോഗിച്ചിരിക്കുന്ന പ്ലേറ്റ് എന്ന് പറയുന്നത് 10 mm, സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് 6 mm ഡബിൾ പ്ലേറ്റ് വെൽഡ് ചെയ്തെടുത്ത് ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്ത ഒരു മോഡലാണ്. ഇവിടെ ജെർക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആകെ 12 സ്റ്റെപ്പുള്ളൂ. മുകളിലോട്ട് ഈ ഒരു ലാൻഡിങ് ഓൾറെഡി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഒരു മെറ്റൽ സ്റ്റെയർ കേസിൻ്റെ ഫീലും കിട്ടും. ബാക്കിയുള്ളത് കോൺക്രീറ്റിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസ് ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റെയർ കേസിന് നമുക്ക് ഏകദേശം 70,000 രൂപ ചിലവ് വന്നിട്ടുണ്ട്. കാരണം ഇത് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒന്നും പൈപ്പല്ല, നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തതാണ്. മെറ്റലിൻ്റെ പ്ലേറ്റ് ലേസർ കട്ടിങ്ങിൽ കട്ട് ചെയ്തെടുത്ത
ചെയ്തെടുത്തതാണ്. അപ്പോൾ അത്രയും കോസ്റ്റ് നമുക്ക് ഇതിന് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ചിലവ് കുറച്ച് ചെയ്യാം എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ അതൊക്കെ തിക്നെസ് കുറവായിരിക്കും, അതിനനുസരിച്ചുള്ള ജെർക്കിങ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള മെറ്റൽ സ്റ്റെയർ കേസുകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളുടെ കോസ്റ്റ് മാത്രം നിങ്ങൾ നോക്കരുത്, സ്പെസിഫിക്കേഷൻ നിർബന്ധമാണ്. ഒരു 12 സ്റ്റെപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പാന് എത്രത്തോളം വരുന്നുണ്ടോ അത്രയും നിങ്ങൾ അതിൻ്റെ തിക്നെസ്സിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് തിക്നെസ് നിങ്ങൾ കൂട്ടിക്കൊണ്ട് കൊടുക്കണം. ഒരു 3-4 ഒക്കെ സ്റ്റെപ്പ് ടേൺ ചെയ്ത് കൊണ്ട് പോകുന്നതാണെങ്കിൽ മിനിമം തിക്നെസ്സിലൊക്കെ ചെയ്താലും പ്രോബ്ലം ഇല്ല. ഇവിടെ നമ്മൾ ഒരു ടോട്ടൽ ഇതിൻ്റെ വിഡ്ത്ത് 100 സെൻറ്റിമീറ്റർ ആണ്, 1 മീറ്റർ ആണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമ്മൾ സ്റ്റെയർ കേസ് ഇത്തരത്തിലുള്ള, ഇപ്പോൾ നമ്മളുടെ വീഡിയോയിൽ ലാസ്റ്റ് ഒരു സ്റ്റെയർ കേസാണത്. ഒരുപാട് സ്റ്റെയർ കേസിൻ്റെ വീഡിയോ ഇനി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസുകൾ ചെയ്യുന്ന സമയത്ത് ഇതിവിടെ ഓൾറെഡി പുട്ടി വർക്കൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു വീടായതുകൊണ്ട് ഇത്തരത്തിലുള്ള വീടുകൾ നിങ്ങൾ സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ പുട്ടി വർക്കൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ സ്റ്റേജ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഇലക്ട്രിക്കൽ പോയിന്റ് നിങ്ങൾ ഇതിൽ കൂടെയാണ് വരുന്നത് എന്നുള്ളത്